ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ അത് രാവിലെ തന്നെ പൂക്കളമിടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കമ്മൽപ്പൂ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിത് ഇവിടെ കമ്മൽപ്പൂ എന്നാട്ടോ ഈ പൂവിന് പറയാറുള്ളത്. അപ്പോൾ അതാക്കി ഇങ്ങനെ ഉറക്കം എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ എൻ്റെ അച്ഛനും റബ്ബർ വെട്ടി ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ ഈ നേരത്തെ ഈ വഴി വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു. വൈകിട്ട് എനിക്ക് 2 ദിവസമായിട്ട് വലിയ സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ വൈകിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയെ രാവിലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ രാവിലെ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ 2 ദിവസം മുമ്പ് എടുത്ത വ്ളോഗായിരുന്നു. നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് അച്ഛനും അമ്മ അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ വേഗം പൂക്കളിടാൻ ഒരുങ്ങി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളത് അതിനെ ജമന്തി എന്നാട്ടാ പറയുക. മഞ്ഞയും പിന്നെ അതേപോലെ ഒരു വയലറ്റ് കളർ ജമന്തി ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കിവിടെ പൂക്കൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് പൂക്കൾ മേടിക്കാട്ടോ അധികം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഈ കമ്മൽപ്പൂ ഉണ്ടായിരുന്നു പാടത്ത്. അപ്പോൾ ഞാനത് പോയി പറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം തന്നെ ജമന്തിയൊക്കെ വെച്ച് പിന്നെ ഒരു വയലറ്റ് കളറിലെ ജമന്തി പൂവട്ട വെച്ച് കൊടുത്തത്. പിന്നെ ഇതാ നമ്മുടെ ഈ കമ്മൽപ്പൂ ഇങ്ങനെ നിരനിരയായി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇലയൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ നമ്മുടെ പൂക്കളത്തിൻ്റെ ലുക്ക് ഇങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ വേഗം ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കിങ്ങിണിക്കൊക്കെ രാവിലെ കഴിക്കാൻ വൈകിട്ടുണ്ട്. ഇപ്പോൾ പൂക്കളിടാൻ നിൽക്കുമ്പോൾ കിങ്ങിണി വരുമ്പോൾ നേരത്തിന് ഫുഡ് കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല കേട്ടോ. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ എപ്പോഴും വൈകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് രാവിലെ ദോശ ഉണ്ടാക്കിയിരുന്നു. പിന്നെ ചട്നി ആയിരുന്നു. അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളിതാ ഒരുങ്ങിയിട്ട് നേരെ കല്യാണത്തിനാണ് പോണത്. ഞങ്ങളവിടെ തൊട്ടടുത്ത അമ്പലത്തിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ചെറിയ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അമ്മയ്ക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കല്യാണം. അങ്ങനെ കുറച്ചേരം പെണ്ണിനും ചെക്കനെ കണ്ട് പോസ്റ്റ് അടിച്ച് അവിടെ ഇരുന്നു. അപ്പോഴേക്കും എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. സദ്യ കഴിക്കാൻ വൈകിട്ടുണ്ട്. എല്ലാവരും കഴിക്കണ്ടല്ലോ നമുക്ക് പോവാത്തെന്നൊക്കെ പറഞ്ഞ് കുറുമ്പായിരുന്നിട്ട് അവസാനം അവളിൻ്റെ കഴുത്ത് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഞങ്ങൾ വേഗം ഞങ്ങൾക്കും സീറ്റ് കിട്ടി. വേഗം വന്ന് സദ്യ കഴിക്കായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ ഇങ്ങനെ ചിക്കൻ ബിരിയാണി അതിനേക്കാളും കൂടുതൽ താല്പര്യം ഇപ്പോൾ സദ്യനോടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം സദ്യയൊക്കെ കഴിച്ചു. പിന്നെ പായസം പാലട പായസമായിരുന്നു. അതൊക്കെ ഇങ്ങനെ പപ്പടമൊക്കെ കൂട്ടിക്കുഴച്ച ഇലയിൽ തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട്. പിന്നെ അമ്മ ഉണ്ടായിരുന്നു. അപ്പം അമ്മേനെ വീട്ടിൽ ഇറക്കിയിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. അത്രയേ ഉള്ളൂ.